സത്യം പറഞ്ഞ എനിക്കൊന്ന് കൂകി വിളിക്കാൻ തോന്നുക. സന്തോഷം കൊണ്ട് എന്റെ മനസ്സൊക്കെ അങ്ങ് പൊട്ടി പോകുന്ന പോലെ തോന്നുക. കൂവിക്കോടോ. കൂകട്ടെ? ആ, ധൈര്യമായിട്ട് കൂവിക്കോ. എങ്ങു നിന്നോ വന്ന പഞ്ചവർണ്ണ കിളി നീയോ. എങ്ങു നിന്നോ വന്ന പഞ്ചവർണ്ണ കിളി നീയോ. എന്നും എൻ്റെ എന്നു ചൊല്ലുവാനോ ഇഷ്ടമേറെ. നീ എൻ മുളം തണ്ടിൽ ചുംബിച്ചിരുന്നു പണ്ടേ മൗനസ്വരമായി ജന്മങ്ങളിൽ. മോഹം കൈനീട്ടുന്നു വീണ്ടും. നെഞ്ചോരം നാളം തേടിയോ. പഞ്ചവർണ്ണ കിളി നീയോ. എന്നും എൻ്റെ എന്ന് ചൊല്ലുവാനോ ഇഷ്ടമേറെ. നീ മുളം തണ്ടിൽ ചുംബിച്ചിരുന്നു പണ്ടേ മൗനസ്വരമായി ജന്മങ്ങളിൽ. മോഹം കൈനീട്ടുന്നു വീണ്ടും. തങ്കക്കിനാവിലൊന്നിച്ചിരുന്ന കണ്ണിൽ തിരി തെളിക്കാനായി നെഞ്ചോരം നാളം തേടിയോ. അമ്മേ, അമ്മയുടെ അഖില ശ്യാമേ. എടുത്തേ ശ്യാമേ. മോളെ. അമ്മേ, മോളെ. അമ്മേ. മോള് എത്രയോ വട്ടം അമ്മയെന്ന് വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ വിളിച്ചതില് ഏറ്റവും മധുരമായി തോന്നിയത് ഇപ്പൊ വിളിച്ചതാ. മോളുടെ ശബ്ദം തിരിച്ചു കിട്ടിയതിൽ അമ്മയ്ക്കാണ് മോളെ ഏറ്റവും സന്തോഷായത്. ഐശ്വര്യടുത്തി, സത്യം പറഞ്ഞ ഞാൻ എന്തുമാത്രം പ്രാർത്ഥന നടത്തിയെന്നറിയോ ശ്യാമയുടെ ശബ്ദം തിരിച്ചു കിട്ടാൻ? ഒക്കെ അറിയാം ഐശ്വര്യടുത്തി. ഏതായാലും മോളുടെ ജീവിതത്തിൽ പുതിയൊരു ഘട്ടമാ. ഒരു ദുസ്വപ്നം കണ്ടു ഉണരും പോലെ തോന്നുന്നേ. മോളെ, ആ ആരതി ഇങ്ങെടുത്തോണ്ട് വാ. എന്നാലും ഇത്രയും വേഗത്തിൽ എങ്ങനെയാ ശബ്ദം തിരിച്ചു കിട്ടിയേ? കൃഷ്ണനാ അമ്മേ എനിക്ക് ശബ്ദം തിരിച്ചു തന്നത്. ദാമേ.
മോളെ. എല്ലാ ദോഷങ്ങളും മാറട്ടെ. ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ മോളോട് പറയാം. ഈ തള്ള സ്വത്തും പണമൊക്കെ ഇവൾക്ക് എഴുതി കൊടുക്കാൻ പോകണോ? ഞങ്ങൾ എല്ലാവരും നിനക്ക് വേണ്ടി പ്രാർത്ഥനയിലായിരുന്നു. ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായല്ലോ. വാ ശ്യാമേ. മക്കള് വാ. ആ, വാ. ശ്യാമേ, ഐശ്വര്യടുത്തി, എന്താ അഖിലേ? ശ്യാമയ്ക്ക് ഇത്രയും വേഗത്തിൽ ശബ്ദം തിരിച്ചു കിട്ടുമെന്ന് കരുതിയില്ലല്ലേ? എന്താ? നിങ്ങൾ ഒന്നോർത്തോ, എപ്പോഴും അവസാന വിജയം നന്മയ്ക്കായിരിക്കും. നിങ്ങളുടെ കൂടെ ദുഷ്ടന്മാരേ ഉള്ളൂ, ശ്യാമയുടെ കൂടെ ദൈവമുണ്ട്. എന്തൊക്കെയാടാ നീ പറയുന്നേ? കള്ളം ചെയ്യുന്നവരെ അവരറിയാതെ ചില തെളിവുകൾ ഇട്ടേക്കും. ആ തെളിവിൽ പിടിച്ച് ഞാൻ സകലതും കണ്ടുപിടിച്ചിട്ടുണ്ട്. ദേ അഖി, ആവശ്യമില്ലാതെ എന്നെ കുറ്റവാളിയാക്കരുത്. ഏ, ശബ്ദിച്ചു പോരുത്. നിങ്ങൾ എന്റെ ഏട്ടന്റെ ഭാര്യയായി പോയി. അല്ലായിരുന്നെങ്കിൽ എപ്പോഴേ ഞാൻ ഇതിനൊക്കെ മറുപടി തന്നേനെ. ഐശ്വര്യടുത്തി, ഇനിയും എന്നെ ദ്രോഹിക്കാൻ വന്നോ? ഞാൻ ക്ഷമിച്ചൊന്നും വരില്ല. വാശാമേ, ഇതൊക്കെ താൽക്കാലികമായ രക്ഷപ്പെടല. എന്റെ യഥാർത്ഥ മുഖം കാണാൻ പോകുന്നേ ഉള്ളൂ രണ്ടുപേരും. പരീക്ഷിച്ചല്ലോ. ഇടയ്ക്ക് ഞാൻ വീണു പോകുന്നെന്ന് വിചാരിച്ചതാട്ടോ. പക്ഷിതാ, അഖിൽ സാർ എന്നെ വീഴാതെ പിടിച്ചു നിർത്തി. നിന്റെ അതേ പേരുള്ളൊരു കുട്ടി, കണ്ണൻ എന്ന ആ കുട്ടിയുടെ പേര്. അഖിൽ സാറിനെ കണ്ട് കുറെ ഉപദേശങ്ങൾ കൊടുത്തു. ആ ഉപദേശം വെച്ച് ഇവരൊക്കെ കൂടി നാടകം നടത്തി. അങ്ങനെ എന്റെ ശബ്ദം തിരിച്ചു കിട്ടിയത്. കൃഷ്ണ, ആ കുട്ടി ആരാ? ആ കണ്ണൻ എന്താ എന്റെ മുമ്പിൽ വരാത്തത്? ഞാൻ വിചാരിക്കുന്നത് എന്താണെന്നറിയോ? അഖിൽ സാർ ഉണ്ടാക്കിയൊരു കഥാപാത്രമാണ് ആ കണ്ണൻ എന്ന. എനിക്കൊരു സന്തോഷം കിട്ടാൻ. ചുമ്മാ അഖിൽ സാറിന്റെ ഓരോ സങ്കല്പങ്ങള്. എന്റെ ഇടോ, അത് സങ്കല്പമൊന്നും അല്ല, സത്യ. കണ്ണനും ഞാനും ഇപ്പോ നല്ല കൂട്ടാ. തന്നെയും കൂടി കാണാന്ന് പറയുമ്പോഴൊക്കെ അവൻ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഓടിപ്പോവും. ആ, പക്ഷെ ശ്യാമേച്ചെന്ന് പറഞ്ഞാ തന്നെ കണ്ണനും വലിയ കാര്യ. ആരാ കൃഷ്ണ അത്? വൈകാതെ തന്നെ എനിക്ക് ആ കുട്ടിയെ കാണണം. നീ കാണിച്ചു തരണം. എന്നവാ അന്ന് ശ്യാമയുടെ ശബ്ദം പോയിരുന്ന അവസരത്തിൽ
ആനന്ദേട്ടൻ പറഞ്ഞെന്താ? ദൈവത്തിൽ വിശ്വസിച്ചിട്ടൊന്നും കാര്യമില്ല. ഏറ്റവും നല്ല ഭക്തിയായ ശ്യാമിക്ക് ഈ അനുഭവം വന്നു, അപ്പൊ ദൈവം ഇല്ല എന്നൊക്കെയല്ലേ? അന്ന് പക്ഷെ ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു ഇത് ഭഗവാന്റെ പരീക്ഷണമാണെന്ന്. കുചേലന്റെ ഉദാഹരണവും പറഞ്ഞു. ആനന്ദേട്ടന് ഇപ്പൊ എന്തായാലും വിശ്വാസമായല്ലോ. വിശ്വാസമായി. മനുഷ്യരല്ലേ, മനസ്സിന്റെ അവസ്ഥകൾ മാറുന്നതിനനുസരിച്ച് ചിന്തകളും മാറും. അത് അഭിപ്രായങ്ങളെയും ബാധിക്കും. എന്തായാലും ശ്യാമയ്ക്കൊരു ഉന്മേഷവും ഊർജവും തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ശ്യാമയുടെ മൊത്തം രീതികളൊന്ന് മാറ്റിയെടുക്കണം. എന്ത്? ഒരു മേക്ക് ഓവർ. എന്ത് മേക്ക് ഓവർ? എന്നുവെച്ചാ ശ്യാമ മോഡേൺ അല്ല. എന്ത് മോഡേൺ അല്ലാന്ന്? അല്ല, ഈ മോഡേൺ എന്നതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? അത് പറ. അർത്ഥാക്കുന്ന എന്താന്ന് വെച്ചാ ഞാൻ ഉദ്ദേശിച്ചത് ഈ പൊതുരീതികളൊന്ന് മാറ്റുന്ന കാര്യം. വേഷം, ഹെയർ സ്റ്റൈൽ, ഇടുന്ന ഫുട്വെയർ, കാതിലും കയ്യിലും അണിയുന്ന ആഭരണങ്ങൾ, അതൊക്കെ ഒന്ന് ട്രെൻഡി ആക്കണം. ട്രെൻഡി ആക്കിയിട്ട്? ഇതെന്ത് ചോദ്യാ? ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയ നമുക്ക് എന്തും ചോദിക്കാം. ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് ഉണ്ടിട്ട് ഉറങ്ങിയിട്ട് പറഞ്ഞു വന്നാ ഒന്നിനും ഒരു അർത്ഥമില്ലാന്ന് സ്ഥാപിക്കാം. തന്നോട് തർക്കിച്ചു നിൽക്കാൻ പണ്ടേ എനിക്ക് പറ്റില്ല. അപ്പൊ മിണ്ടാതെ ഞാൻ പറയുന്നതങ്ങ് അനുസരിച്ച് നിന്നാ മതി. പുതിയ രീതിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാ നമ്മൾ അറിയാതെ ഒരു ഉന്മേഷം കിട്ടും. ശ്യാമയെ ഈ വീടിന്റെ 4 ചുവരിനകത്ത് നിന്നും പുറത്തു കൊണ്ടുവരണം. ഓഫീസിലെ മേധാവിയാണെങ്കിലും രീതികളൊക്കെ അവളുടെ പഴയത് തന്നെ. അതൊക്കെ ഒന്ന് മാറ്റണം. ശ്യാമേ. ആ അമ്മേ. മോളെ, ജീവിതത്തില് പേടിപ്പെടുത്തുന്ന ഒരു ഘട്ടം കഴിഞ്ഞതുപോലെ തോന്നുന്നു അല്ലേ മോളെ? അതെ അമ്മേ, സത്യ. ഒക്കെ ഒരു സ്വപ്നം പോലെ തോന്നുക എനിക്ക്. എല്ലാം പുതിയതായി തുടങ്ങുന്നു കരുതിയാ മതി മോള്. ആ മാറ്റം രൂപത്തിലും ഭാവത്തിലും ഒക്കെ വേണം. അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? പറയുമ്പോ മോക്ക് വിഷമമൊന്നും തോന്നരുത്. പല കാര്യങ്ങളിലും മോൾക്ക് കുറച്ച് പഴഞ്ചൻ രീതിയാ. അയ്യോ, മോളെ കളിയാക്കിയതോ കുറ്റപ്പെടുത്തിയതോ ഒന്നുമല്ല. പല കാര്യങ്ങളിലും പഴമ മനുഷ്യർക്കൊരു ഗുണം തന്നെയാ. പക്ഷേ രീതികളിൽ നമ്മൾ കാലത്തിനൊപ്പം ആയിരിക്കണം. അമ്മ ഒന്ന് തെളിച്ചു പറയോ? നീ ഞങ്ങളുടെ കമ്പനിയുടെ ഹെഡാ. കമ്പനിയുടെ തലപ്പത്തിരിക്കുമ്പോ കമ്പനിയുടെ ഒരു ഗ്ലാമറും എടുപ്പും ഒക്കെ ആ ആൾക്കും ഉണ്ടാവണം. അയാളിൽ കൂടിയായിരിക്കും ചിലരെങ്കിലും കമ്പനിയെ വിലയിരുത്തുന്നുണ്ടാവുക. മോൾക്കും എടുക്കുണ്ട്, സ്വഭാവ ഗുണമുണ്ട്, വിവേകമുണ്ട്, ഒക്കെ ശരിയാ. പക്ഷേ സ്റ്റൈലില്ല. അമ്മ, ഇതാ എന്റെ ഒരു സ്റ്റൈല്. ആ സ്റ്റൈലൊക്കെ മോൾ ഇവിടെ വീട്ടിൽ കാണിച്ചു. ഒരു പഴയ സാരിയും വള്ളിച്ചെരുപ്പും മാച്ച് ചെയ്യാത്ത കമ്മലും ഒക്കെ വീട്ടിലിരിക്കുമ്പോ അണിഞ്ഞോ. നീ ഇപ്പൊ നമ്മുടെ കമ്പനിയുടെ ആളാ. അവിടെ ഒരു ഡ്രസ് കോഡൊക്കെ ഉണ്ടാവണം. രൂപവും ഭാവവും ഒക്കെ കാലത്തിനൊത്തതായിരിക്കണം. അമ്മ സ്നേഹം കാണിച്ചതൊക്കെ എന്നെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയായിരുന്നോ? നീ ആലോചിച്ച് ടെൻഷനാവൊന്നും വേണ്ട. നമ്മൾ ഇവിടുത്തെ ഏറ്റവും മികച്ച ബ്യൂട്ടി പാർലറിലാ പോകുന്നേ. അവര് നിന്റെ രീതിക്കും ശരീരത്തിനും അനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തി തരും. അത് കഴിയുമ്പോ നിനക്ക് തന്നെ തോന്നും ഒക്കെ നേരത്തെ ആവാമായിരുന്നു എന്ന്. അമ്മേ, അത് വേണോ? എന്നെ എന്റെ രീതിക്ക് വിട്ടാ പോരെ? പറ്റില്ല. നീ കമ്പനിയുടെ രീതികൾക്കനുസരിച്ച് മാറണം. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. മോൾ അനുസരിക്കണം. ഒന്ന് മാറിക്കഴിയുമ്പോ മോക്ക് മനസ്സിലാവും മാറ്റം എപ്പോഴും നല്ലതാണെന്ന്. എങ്കിൽ അമ്മയുടെ ഇഷ്ടം പോലെ.
മാഡം. ആ അൻസി, അപ്പോ ഞാനും മോളും ഇന്ന് തന്നെ ബ്യൂട്ടി പാർലറിലേക്ക് വരും. ഞാൻ പറഞ്ഞല്ലോ, ഒരു ടോട്ടൽ മേക്ക് ഓവർ അതാ വേണ്ടേ. മാഡം, ഞാനൊരു ഓപ്ഷൻ പറയട്ടെ. എന്താ? അടുത്ത 3 ദിവസം അത്യാവശ്യം തിരക്കുണ്ട്. ഞങ്ങൾ അത് കഴിഞ്ഞ് ഫുൾ സെറ്റപ്പ് പോയി മാഡത്തിന്റെ വീട്ടിലെത്താം. അവിടെ ആകുമ്പോൾ മോൾക്കും കംഫർട്ടായിരിക്കും. ഗുഡ്, അതാ കൂടുതൽ നല്ലത്. കോസ്റ്റ് ഒന്നും നോക്കണ്ട, ഏറ്റവും മികച്ച എല്ലാ ട്രീറ്റ്മെന്റും വേണം. ആ ശരി മാഡം. ഞാൻ പറഞ്ഞില്ലേ, ഹെയർ സ്റ്റൈൽ, കോസ്റ്റ്യൂംസ്, ഫുഡ്വെയർ എല്ലാം ട്രെൻഡി ആവണം. ഓക്കെ മാഡം, ഓക്കെ, എല്ലാം അറിയാം. ഞങ്ങൾ അവിടെ എത്തിക്കോളാം. അമ്മേ, ഏയ് അമ്മേ, എനിക്കിതൊന്നും ചേരില്ല. എനിക്കെന്തോ നാണക്കേട് പോലെ തോന്നാ. വേണ്ടമ്മേ. ഇതൊക്കെ ഒരിക്കലൊന്ന് ഉപയോഗിച്ച് നോക്ക്. പിന്നെ ഈ രീതിയിലല്ലാതെ പുറത്തിറങ്ങാൻ തോന്നില്ല. പിന്നല്ലാതെ. ഇരിക്കും മോളെ, തുടങ്ങിക്കോ. മാഡം, മാഡം കൈ മാറ്റൂ. അമ്മേ, അയ്യോ. ഇപ്പോഴല്ലേ വർമ്മ സ്പൈസസിന്റെ വൈസ് ചെയർപേഴ്സൺ ആയത്. നന്നായിട്ടുണ്ട് മോളെ. അഖിൽ സാർ, അയ്യോ, ഇനി അവിടെ പോണം. ആരാ അമ്മ? ആരാ ഇത്? ഇവളെ കളിയാക്കി തകർക്കണം. ഒന്നുമില്ല. അയ്യോ, എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. വയറ് വേദനിക്കോ. ഇതെന്തുവാ? എനിക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ല അമ്മേ. ഞാനിപ്പോ ചിരിച്ചേ ശ്വാസം മുട്ടിച്ചാവും. അമ്മേ, എന്തൊക്കെ പറഞ്ഞാലും അമ്മയുടെ മരുമോളല്ലേ ശ്യാമ. ഒന്ന് പറഞ്ഞു വിലക്കിക്കൂടായിരുന്നോ? ഇതുപോലെ കോപ്രാക്കി കാണിക്കാൻ എന്തിനാ സമ്മതിച്ചേ? പാടത്തെ കോലം വെച്ചതുപോലുണ്ട്. ഏയ് മോളെ, അങ്ങനെയൊന്നും പറയാതെ. ശ്യാമ നല്ല സ്റ്റൈലായിട്ടുണ്ട്. ഈ തള്ള ഇവളെ വലയിലാക്കി വെച്ചിരിക്കുകയാണല്ലോ. കമ്പനി ഹെഡ് അല്ലേ, കുറച്ച് മോഡേൺ ആയിട്ട് തന്നെ വേണം ഗെറ്റപ്പ് ഒക്കെ. ഇതാണോ ഗെറ്റപ്പ്?
അമ്മേ ഇത് കോമാളിത്തരോ? അയ്യേ, തലമുടിയൊക്കെ വൈക്കോല് പോലുണ്ട്. ഐശ്വര്യ, അങ്ങനെയൊന്നും കളിയാക്കാതെ. ശ്യാമ നന്നായിട്ടുണ്ട്. മോളെ, 2-3 ദിവസം കൊണ്ട് മോൾ ഇതുമായിട്ട് പൊരുത്തപ്പെടും. ഹലോ, അയ്യേ മഹാ ബോറായിരിക്കുന്നു. അതെ, അമ്മയ്ക്കൊക്കെ പ്രായമായി. അതുകൊണ്ടേ ഇപ്പോഴത്തെ ഫാഷനൊന്നും അമ്മയ്ക്ക് അറിയില്ല. അയ്യേ, ഇല്ലില്ല, ഇതൊട്ടും ചേരില്ല നിനക്ക്.